ഹലോ ഹായ് നമസ്കാരം. ബാൾട്ടി ഇന്ന് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ബാൾട്ടി. ബാൾട്ടി വലിയൊരു ബഡ്ജറ്റിലുള്ള പടമാണ്. ഈ സിനിമയ്ക്ക് രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഒന്ന് സന്തോഷ് ടി കുരുവിള, മറ്റൊന്ന് ബിനു ജോർജ് അലക്സാണ്ടർ. ഇതിൻ്റെ സംവിധായകനായിട്ടുള്ളത് ഉണ്ണി ശിവലിംഗ. ഉണ്ണി ശിവലിംഗ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ ടി രാമകൃഷ്ണൻ പ്രമേയമൊക്കെ ഡയലോഗ്സ് എഴുതിയിട്ടുള്ള ആൾ ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ സ്കോർ ചെയ്തിരിക്കുന്നത് സായിയാണ്. മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലെന്നല്ല, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. DOP ചെയ്തിരിക്കുന്നത് അലക്സ് ജെ പുളിക്കൽ. പിന്നെ എഡിറ്ററായിട്ടുള്ള ശിവകുമാർ കെ പണിക്കർ. ഇതിൽ ആക്ടേഴ്സ് ഷൈനീകം, ത്യാഗരാജൻ സാറിൻ്റെ മകനായിട്ടുള്ള ശാന്തനു ഭാഗ്യരാജ്, പിന്നെ ശെൽവരാഘവൻ സാറ് നമ്മുടെ കാതൽ കൊണ്ടനൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആൾ. പിന്നെ ഒരുപാട് തമിഴ് സിനിമയ്ക്ക് പുള്ളിക്കാരൻ കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് സിനിമയ്ക്ക് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ഒരു വില്ലൻ ക്യാരക്ടറാണ്. സിനിമയുടെ സ്റ്റോറിയൊക്കെ പ്രഡിക്റ്റബിളാണ്. ശരിക്കും ഇത് നടക്കുന്നത് ഒരു പാലക്കാട് തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ ഇതിൽ തമിഴ് പറയുന്നുണ്ട്, മലയാളം സംസാരിക്കുന്നുണ്ട്, ഒരു ലേഡിയൊക്കെ ഒന്ന് തൃശ്ശൂർ ലാംഗ്വേജ് ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പാലക്കാടുള്ളവർക്ക് തൃശ്ശൂർ ലാംഗ്വേജ് സംസാരിക്കാം, ചിലപ്പോൾ അവിടെ വന്ന് താമസിക്കുന്നവരായിരിക്കാം. വട്ടിപ്പലിശ, അതാണ് ഇതിൻ്റെ വില്ലൻ്റെ പരിപാടി. വട്ടിപ്പലിശയുടെ പരിപാടിയാണുള്ളത്. അതായത് 5 ഇരട്ടി 6 ഇരട്ടിയൊക്കെ പലിശയ്ക്ക് പണം കൊടുക്കും ശെൽവരാഘവൻ്റെ ക്യാരക്ടർ. എന്നിട്ട് പുള്ളിക്കാരൻ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ തൻ ഭാര്യയുടെയും മകൻ്റെയൊക്കെ മുമ്പിലിട്ടിട്ട് ആ പൈസ വാങ്ങിയ ആളേനെ ന്യൂഡായിട്ട് നിർത്തും. അതാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. അദ്ദേഹം അടിപൊളിയായിട്ട് ഇത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഷൈനിനെ കാര്യം പറയാം. പിന്നെ ഇതിൽ പൂർണിമ ഇന്ദ്രജിത്ത് ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് അത് അടിപൊളിയായിട്ട് വെള്ളപ്പോടെ പുള്ളിക്കാർ സിനിമ അഭിനയിക്കുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് റീസെൻ്റായിട്ട് നിവിൻ പോളിയുടെ ഒരു പടത്തിലോട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു. തുറമുഖം തോന്നുന്നു. അടിപൊളിയായിട്ടൊരു ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. നിവിൻ പോളിയുടെ അമ്മയായിട്ടെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയും ശരിയാണെങ്കിൽ. അതിലൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിലും ഇതിലും വട്ടിപ്പലിശയാണ്, പലിശപ്പരിപാടിയാണ് ഫുള്ള് ഇവർ ചെയ്യുന്നത്. അത് ആദ്യത്തെ കുറച്ച് സമയം ഇത് സാധാരണ ഒരു സിനിമ, ഒരു തമിഴ് പടം, ഒരു ലോക്കൽ, ഒരു പക്ക ലോക്കൽ എന്ന് പറയില്ലേ, പക്ക ലോക്കൽ ആ പരിപാടി അത് പിടിച്ചിട്ടുണ്ട്. ഒരു പാട്ട്, പിന്നെ ഒരു കൊലപാതകം, ഷൈനും, പിന്നെ 2 പിള്ളേർ വേറെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശാന്തനും ഉണ്ട്, പിന്നെ വേറെ 2 പിള്ളേർ വേറെയുണ്ട്. 4 പേരാണ് ടീം. ബാൾട്ടി എന്ന് പറഞ്ഞാൽ കബഡിയാണ് പരിപാടി. കബഡി കളിയാണ് ഇവരുള്ളത്. ഒരു അവിടെ നാട്ടിലത്തെ ഒരു ക്ലബിൻ്റെ മെയിൻ ഇവരാണ്. ഇവർ എപ്പോഴും വിൻ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഇവർ കബഡി കളിയൊക്കെ നിർത്തിയിട്ട് ഇവർ ഈ വട്ടിപ്പലിശക്കാരൻ്റെ, അതായത് ഈ വില്ലൻ്റെ അടുത്ത് എത്തുന്നതും അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ പറയുന്നത്. കഥയെല്ലാം നമുക്ക് പ്രെഡിക്റ്റബിളാണ്. ആദ്യത്തെ 10 മിനിറ്റ് പടം ഭയങ്കര ശോകമായിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഈ സിനിമയെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഫൈറ്റ് വിത്ത് ഈ സിനിമയുടെ ആർട്ട് വർക്കുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗംഭീരമായിട്ട് ബഡ്ജറ്റിലൊരു സിനിമയാണ്. അപ്പോൾ ഇതിൽ നടക്കുന്നപ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെയാണ് ഇത് ഉള്ളത്. ആ മാർക്കറ്റിൽ അവിടുത്തെ ആർട്ട് വർക്കുകൾ, പിന്നെ പോലീസ് സ്റ്റേഷൻ കാണിക്കുമ്പോൾ അത് ശരിക്കും പോലീസ് സ്റ്റേഷൻ അല്ല, അത് അവരുടെ ഒരു വർക്കാണത്. വല്ല പൊള്ളാച്ചി കാണിക്കുന്നുണ്ട്. പൊള്ളാച്ചിയുടെ ചില ബിൽഡിങ്ങുകളൊക്കെ, പഴയ ബിൽഡിങ്ങുകൾ, അതൊക്കെ കാണിക്കുമ്പോൾ, അതുപോലെ ഒരു സോഡ ഫാക്ടറി കാണിക്കുന്നുണ്ട്. അൽഫോൺസ് പുത്രൻ അദ്ദേഹം ഈ സിനിമയിലുണ്ട്. അദ്ദേഹം ഇതുപോലെ വട്ടിപ്പലിശ. അദ്ദേഹം ചെറിയ കോളേജ് പിള്ളേർ, അവർക്ക് 5000 രൂപ കൊടുത്തിട്ട് നാളേക്ക് 10,000 രൂപ ആകുന്ന ഒരു ഏർപ്പാടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് പൈസ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പിടിച്ച് പടക്കുകയാണ്, തല്ലുകയാണ്, കൊല്ലുകയാണ്. പോലീസ് അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു പടമല്ല. പോലീസും മിനിസ്റ്റർമാരൊക്കെ ഇവരൊക്കെ അണ്ടറിലാണുള്ളത്. അവിടുത്തെ ഒരു ചെറിയൊരു ഡോണാണ് ഈ പൂർണിമ ഇന്ദ്രജിത്ത്, അൽഫോൺസ് പുത്രൻ, അതുപോലെ തന്നെ ഈ ശെൽവരാഘവനൊക്കെ. അപ്പോൾ ഇവരുടെ ഇടയിലേക്ക് ഷൈനീകം, ശാന്തനു, ബാക്കി ഉള്ള 2 പേരുണ്ട്, പേരെനിക്കറിയില്ല. ഈ 2 പേരും എത്തുകയാണ്. അവിടുന്ന് ഷൈനൊരു റൊമാൻസ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു അഫെയറൊക്കെ ഉണ്ട്. ഒരു ലേഡി കുഴപ്പമില്ല, ഓക്കെ, എന്നാൽ ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു 1-2 സോങ് ഇതിലുണ്ട്. അത് എനിക്ക് കുറച്ച് മലങ്കൾട്ടായി ഫീൽ ചെയ്തു. ഞാൻ ഹൈലൈറ്റ് ഇതിൽ പടം എന്ന് പറയുന്നത് ആക്ഷനാണ്. ഷൈൻ്റെ ഒക്കെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ RDS കണ്ട് നമ്മൾ ഞെട്ടിയത്. പക്ഷേ RDS ഒന്നും അല്ല ടൈറ്റും. എനിക്ക് ചില സീനിൽ ധനുഷിൻ്റെ ഒക്കെ പെർഫോമൻസിൽ നമ്മൾ ഈ വടച്ചെന്നൈയിലും ഒക്കെ ഉള്ള പരിപാടി ഉണ്ടല്ലോ, അത്രയ്ക്ക് ഹൈലൈറ്റായി പറയല്ല. പക്ഷേ ആ ഒരു ഐറ്റം ഷൈൻ്റെ ചില പരിപാടി, പുള്ളിക്കാരനെ വിറക്കലും, പുള്ളിക്കാരൻ്റെ ആ ഒരു ഇമോഷൻ, ശരിക്കും ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഓക്കെ പടം. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പടം കയറി കൊളുത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ ഇൻ്റർവെല്ലിന് മുമ്പേ 2 ഫൈറ്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ടേക്കിൽ ഇവരെല്ലാവരും പോയിട്ട് അൽഫോൺസ് പുത്രനെ പോയിട്ട് അങ്ങോട്ട് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി പവറുള്ള അടിയാന്ന് അറിയോ.
ഷൈൻ്റെയും ശാന്തനും ഒപ്പം രണ്ടുപേരുണ്ട്. അവരെല്ലാവരും ഇവർ 4 പേരും കൂടിയിട്ട് അടിച്ചങ്ങോട്ട് നിരത്തണ സോഡ ഫാക്ടറി മൊത്തം. അൽഫോൻസ് പുത്രനെ കെട്ടിയിടുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിട്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു അഡോൾട്ട് പടം ആക്കേണ്ടതായിരുന്നു. കാരണം ഇത് ക്ലൈമാക്സ് ഫൈറ്റ് കുറച്ച് വയലൻ്റ് മൂഡാണ് പടമൊക്കെ. അങ്ങനെ ഈ പടം സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ പിന്നെ കുറച്ച് ഒരു റിവെഞ്ച് പരിപാടിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള ഈ 4 പേര് തമ്മിലുള്ള ബോണ്ട്, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. കാരണം ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകൾ, ആപ്പുള്ള ഇമോഷൻസ്. പിന്നെ ഈ പടം കണക്റ്റായി. പിന്നെ ഈ പടം ശരിക്ക്, കാരണം ഞാനൊന്ന് എത്ര ബഡ്ജറ്റുള്ള പടമല്ലേ, അത് പരാജയപ്പെടരുത്. കാരണം പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടാക്കരുത്. നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ സിനിമകൾ ഇറങ്ങണം. ഇത് ഈ സിനിമ മലയാളത്തിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും തമിഴിൽ ഈ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഷൈനികത്തിന് ഇനി തമിഴിൽ ഒരുപാട് സിനിമകൾ കിട്ടും. കാരണം അങ്ങേരെ എനിക്കൊന്ന് ഒരുപാട് ബോഡിയൊക്കെ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് 4-5 ഫൈറ്റ് ഈ പടത്തിലുണ്ട്. ഫസ്റ്റ് ഹാഫിൽ 2 ഫൈറ്റ്, സെക്കൻഡ് ഹാഫിൽ 2-3 ഫൈറ്റ് ഉണ്ട്. അങ്ങനെ ഈ സിനിമ മുന്നോട്ട് പോകുന്നു. ഈ സിനിമയിൽ വില്ലൻ സെൽവരാഘവൻ്റെ ഒരു അടിപൊളി സീനൊക്കെ ഉണ്ട്. അത് ക്ലൈമാക്സിൽ അതുവരെ പുള്ളിക്കാരൻ ഭയങ്കര പഞ്ചപാവമാണ്. നമ്മുടെ കാലഭൈരവനെയൊക്കെ ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരും ഈ സിനിമയിൽ ഭൈരവൻ എന്നാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ കയറി വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി നല്ല ആർട്ടിസ്റ്റുകളെ വെക്കാമായിരുന്നു. മേ ബി ഇതിൻ്റെ ബഡ്ജറ്റ് അത്ര ഉള്ളതുകൊണ്ടായിരിക്കും. കാരണം എല്ലാ ബഡ്ജറ്റും ഇത് ഇട്ടിരിക്കുന്നത് ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സെറ്റിന്, ടെക്നിക്കലി ഇതിന് സ്കോർ സായി അടിപൊളിയായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ചില ടൈമിലൊക്കെ ഷൈനിങ് തന്നെയൊക്കെ കൊടുക്കുന്ന സ്കോറൊക്കെ പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ DOP ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് വേറെ ലെവലും മോനെ. കാരണം അത് ശരിക്കും ഒരു തമിഴ് പടം നമ്മൾ കണ്ട ഒരു ഫീല് നമുക്ക് കിട്ടും. ഇത് ശരിക്കും ഞാൻ ഒരു കോമഡി പരിപാടിയായിട്ട് നിങ്ങൾ ഈ പടം കാണാൻ പോകണ്ട. പക്ഷേ എനിക്ക് തോന്നുന്നു കണക്റ്റ് ആയിരിക്കാം. ചെറിയ പിള്ളേരെ കൊണ്ട് ഈ സിനിമ കാണിക്കരുത്. കാരണം ഭയങ്കര വയലൻസ് ഫൈറ്റിനുണ്ട്, ക്ലൈമാക്സിലുണ്ട്. കാരണം അജാതി പെട്ടെന്ന് പിടക്കുന്നത് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിയൽ ഫൈറ്റാണ്. നമ്മൾ ശരിക്കും ഇതിന് എന്താ പറയുക, അപ്പോൾ നമ്മൾ ഒരുപാട് ഡൂപ്പ് പരിപാടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം കബഡി കളിക്കുന്ന പിള്ളേരല്ലേ, അപ്പോൾ അവർക്ക് ആ ഒരു മെയ്വഴക്കം ഉണ്ടല്ലോ. ആ മെയ്വഴക്കം ചാടാനും പറയാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഷൈൻ മാക്സിമം ഇതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ശാന്തന് 2 പേരും. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു പരിപാടി, ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങണം. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയേ പറ്റൂ. കാരണം അങ്ങനെയാണ് ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങനെ സിനിമകൾ ഇറങ്ങണം. അങ്ങനത്തെ കൽക്കി പോലുള്ള സിനിമയൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പരാജയപ്പെടുത്തി തിയേറ്ററിലൊക്കെ. പക്ഷേ കൽക്കി എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി കണക്റ്റായ പടമാണ് കൽക്കിയൊക്കെ. ഇത് നമ്മുടെ മലയാളം കലക്കി, ടോവിനോ തോമസിൻ്റെ കലക്കി കേട്ടോ. അങ്ങനത്തെ ഒരു വേറൊരു ഐറ്റം. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ചെക്കന്മാരൊക്കെ കൂടി അടിച്ച് പൊളിച്ച് രണ്ടരക്ക് അടിച്ച് വേണമെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി മൂടായിരിക്കും. കാരണം വേറെ ലെവൽ ഫൈറ്റ്, ആക്ഷൻ സെറ്റാണ്. സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കുറവാണ്. കബഡിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ബോണ്ടായിട്ട് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് പിന്നെ കുറച്ചുകൂടി ലോജിക്ക് നോക്കിയാൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അത് ഞാൻ നെഗറ്റീവ് പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു പരാജയപ്പെടേണ്ട സിനിമയല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകൾ ഇതിലുണ്ട്. പ്രൊഡ്യൂസർ മാത്രമല്ല ഈ സിനിമയിൽ ഷൈനികം ഒരു അപ്കമിങ് ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാറായി മാറട്ടെ. മലയാളത്തിൽ സാധിച്ചില്ലെങ്കിലും തമിഴിലെങ്കിലും. അപ്പോൾ പോയിട്ട് ബാൾട്ടി കാണാം. ശരിടൂ, താങ്ക് യു.